Hi dears, welcome to SBA classes. I am Radhika. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിംഗ് ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയറൺമെന്റ്സ് എന്ന യൂണിറ്റ് ആണ്. അത് തേർഡ് യൂണിറ്റ് ആണ്. അതായത് ക്രിയേറ്റിംഗ് ആൻ ഇൻക്ലൂസീവ് സ്കൂൾ എന്നുള്ള എന്ന ബുക്കിലെ തേർഡ് യൂണിറ്റ് ആണ് ബിൽഡിംഗ് ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയറൺമെന്റ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നത് എങ്ങനെയൊക്കെയാണ് ഇൻക്ലൂസീവ് സ്കൂൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഒരു ഇൻക്ലൂസീവ് സ്കൂൾ, അതായത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള എസ്പെഷ്യലി ഡിഫറെന്റ്ലി ആബിൾഡ് ആയിട്ടുള്ള ആളുകളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മെയിൻ സ്ട്രീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു സ്കൂൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നോക്കാം. Inclusive education ensures that all learners, including those with disabilities, feel welcome and supported. അല്ലെ? അപ്പൊ നമുക്കറിയാം ഇൻക്ലൂസീവ് സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വെൽക്കം ചെയ്യുക, അതിന് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. Then building inclusive learning environments involves both physical and instructional strategies. അപ്പൊ അതിന് കുറെ മാറ്റങ്ങൾ വരുത്തണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഒക്കെ മാറ്റേണ്ടി വരും ഈ കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി മാറ്റേണ്ടി വരും, അല്ലെ? വിദ്യാഭ്യാസം, അതുപോലെ തന്നെ കരിക്കുലം, ടീച്ചിങ് സ്റ്റൈൽ എല്ലാം മാറ്റേണ്ടി വരും. ഫോക്കസ് ഏരിയാസ് ഇൻക്ലൂഡ് ആക്സസിബിലിറ്റി, യൂണിവേഴ്സൽ ഡിസൈൻ ആൻഡ് സപ്പോർട്ട് സർവീസസ്. പിന്നെ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആക്സസിബിലിറ്റിയാണ്. എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റണം, സ്കൂളിലേക്ക് വരാൻ പറ്റണം, പഠിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഡിസൈൻ, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് ഡിസൈനും ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈൻ ഒക്കെയാണ് വേണ്ടത്. ആൻഡ് സപ്പോർട്ട് സർവീസസ്, അല്ലെ? അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സർവീസസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ. It emphasizes adapting schools and classrooms to meet all learners' needs. അതുപോലെ ഇത് എന്താണ് എംഫസൈസ് ചെയ്യുന്നത്, എന്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്? സ്കൂളിനും ക്ലാസ് റൂമിനും ഒക്കെ, അല്ലെ? എന്തിന്? ടു മീറ്റ് ഓൾ ലേണേഴ്സ് നീഡ്സ്, എല്ലാ ലേണേഴ്സിന്റെയും ആവശ്യങ്ങൾ പരിഗണിച്ചു കൊണ്ടായിരിക്കണം ഇൻക്ലൂസീവ് സ്കൂളിന്റെ ബിൽഡിംഗ് സ്ട്രക്ചർ ഒക്കെ. ഓക്കെ. അപ്പൊ എല്ലാ രീതിയിലുമുള്ള ഒരു സപ്പോർട്ട് ടു ദി ഡിഫറെന്റ്ലി ആബിൾഡ് പീപ്പിൾ വേണ്ടി വരും, അല്ലെ? അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളൊരു സ്കൂൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻക്ലൂസീവ് സ്കൂൾ. ദ ഗോൾ ഈസ് ടു ക്രിയേറ്റ് ആൻ ഇഫക്റ്റീവ് ആൻഡ് കംഫർട്ടബിൾ എൻവയറൺമെന്റ് ഫോർ എവറി സ്റ്റുഡന്റ്. എല്ലാ കുട്ടികൾക്കും ഒരു കംഫർട്ടബിൾ എൻവയറൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സ്ട്രാറ്റജീസ് ടു ബിൽഡ് ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയറൺമെന്റ് ഇൻ സ്കൂൾ. അതിന് എന്തൊക്കെ സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മസ്റ്റ് സപ്പോർട്ട് ഈസ് ഓഫ് ആക്സസ്, അതായത് ടോയ്ലറ്റ്, റാംപ്സ്, വൈഡ് പാസേജസ്. നമുക്കറിയാം ഈ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ടോയ്ലറ്റ് ഒക്കെ വേണ്ടി വരും, റാമ്പ്, അല്ലെ? അതായത് വീൽ ചെയർ ഒക്കെ കയറാൻ പറ്റുന്ന രീതിയിലുള്ള റാമ്പ് ഉണ്ടാക്കേണ്ടി വരും. പിന്നെ അതുപോലെ വൈഡ് പാസേജസ്, അല്ലെ? അവർക്ക് നടക്കണമെങ്കിൽ നമ്മൾ സാധാരണ ആളുകൾ നടക്കുന്ന പോലെയല്ല, കുറച്ച് ഇടവനാഴികകളിലും വരാന്തകളൊക്കെ കുറച്ചും കൂടെ വീതി കൂട്ടേണ്ടി വരും. കാരണം അവർക്ക് വീൽ ചെയർ ഒക്കെ കൊണ്ടുവരേണ്ടതായിരിക്കും. വീൽ ചെയറിന് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അപ്പൊ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ മാറ്റേണ്ടി വരും. ഇപ്പോഴത്തെ രീതിയിൽ സ്കൂൾ കെട്ടിടത്തിനോ ഒക്കെ ഉള്ള പബ്ലിക് പ്ലേസിനൊക്കെ അംഗീകാരം കിട്ടണമെങ്കിൽ തന്നെ ഇവർക്കുള്ള ടോയ്ലറ്റും, അതിന് പ്രത്യേക ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. കാരണം ഒരു റെയിലൊക്കെ, പ്രത്യേക റെയിലൊക്കെ വെച്ചിട്ടുള്ള. അപ്പം റെയിൽ പറഞ്ഞ പിടുത്തം. ഓക്കെ. അപ്പോ എന്നാലും അവർക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർ വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ദിവ്യാഞ്ജൻ ടോയ്ലറ്റ് എന്നാണ് അതിന് പറയാ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയാ ടോയ്ലറ്റ് ആണത്. അപ്പോ അത് എന്നാലേ അംഗീകാരമൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻക്ലൂസിവിറ്റി. യൂസ് ഓഫ് അഡാപ്റ്റീവ് ടൂൾസ് ലൈക്ക് അഡ്ജസ്റ്റബിൾ ചെയേഴ്സ്, ലാർജ് ഡെസ്ക് ആൻഡ് വീൽ ചെയേഴ്സ്. വീൽ ചെയേഴ്സ് ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം ക്ലാസ്സിൽ. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഡെസ്കിന്റെ ഉയരം കൂട്ടേണ്ടി വരും, അല്ലെ? അതുപോലെ തന്നെ ചെയറൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും ബെഞ്ചിൽ അവർക്ക് ഇരിക്കാൻ പറ്റിക്കോളണമെന്നില്ല, സെപ്പറേറ്റ് ചെയർ വേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ചിട്ടൊക്കെ ഒരു മാറ്റം ഇൻഫ്രാസ്ട്രക്ചറിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. എംപ്ലോയ് ട്രെയിൻഡ് റിസോഴ്സ് പേഴ്സണൽ ഫോർ അക്കാദമിക് ആൻഡ് പേഴ്സണൽ അസിസ്റ്റൻസ്. അതിനു വേണ്ടിയിട്ട് എന്താണ് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ നിയമിക്കുക. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം.
അഡോപ്റ്റ് ഡൈവേഴ്സ് ടീച്ചിങ് മെത്തേഡ്സ് ടു കാറ്റർ ടു വാരീഡ് ലേണിംഗ് നീഡ്സ്, അല്ലെ? അതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള എല്ലാവരെയും എന്താ പറയാ വിദ്യാഭ്യാസം ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അവരുടെയൊക്കെ ലേണിംഗ് നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാം. എൻഷുർ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ത്രൂ ഇൻക്ലൂസീവ് ഇവാലുവേഷൻ സ്ട്രാറ്റജീസ്. അതുപോലെ തന്നെ നമ്മളിപ്പോ പഠിപ്പിക്കുന്ന സമയത്തായാലും ഇവാലുവേഷന്റെ സമയത്തായാലും, കാരണം ഇവർക്ക് മറ്റുള്ള കുട്ടികളുടെ കൂടെ ചിലപ്പോൾ പഠിച്ചെത്തിയെന്ന് വരില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ ഇവർക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഇവാലുവേഷൻ മെത്തേഡ് ചിലപ്പോൾ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പൊ ഇവരെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോൺസെപ്റ്റ് ഓഫ് ആക്സസിബിലിറ്റി. എന്താണ് ഈ ആക്സസിബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ? മീനിങ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ആക്സസിബിലിറ്റി. Accessibility means designing services and products usable by people with disabilities. ഈ ഡിസാബിലിറ്റി ഉള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുമുള്ള ഒരു സർവീസുകൾ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളായാലും അതിലത്തെ വിദ്യാഭ്യാസം ആയാലും ബിൽഡിംഗ് ആയാലും ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം, യൂസ് ചെയ്യാൻ പറ്റണം. അതാണ് ആക്സസിബിലിറ്റി. Includes both direct access and compatibility with assistive technology. ടെക്നോളജി അസിസ്റ്റ് ചെയ്യാം, അല്ലെ? ടെക്നോളജിയുടെ സഹായത്തിൽ ഇവരെ നമുക്ക് എന്താണ് ഇതിലേക്ക് ഈ ഇൻക്ലൂസീവ് സ്കൂളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ഫോക്കസ് ഓൺ മേക്കിംഗ് സിസ്റ്റംസ് യൂസബിൾ വിതൗട്ട് ബാരിയേഴ്സ്. അപ്പൊ അവർക്കൊരു തടസ്സവും ഇല്ലാതെ ഈ സിസ്റ്റം അവർക്ക് അവൈലബിൾ ആയിരിക്കണം. ഇംപ്രൂവ്സ് യൂസബിലിറ്റി ഫോർ ബോത്ത് ഡിസേബിൾഡ് ആൻഡ് നോൺ ഡിസേബിൾഡ് യൂസേഴ്സ്. അപ്പം ഇതേ സമയം നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ പരിഗണിക്കേണ്ടി വരും. അവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സിസ്റ്റംസ്. ദെൻ സ്ട്രോങ്ലി ലിങ്ക്ഡ് ടു യൂണിവേഴ്സൽ ഡിസൈൻ ബട്ട് വിത്ത് ഡിസ്റ്റിങ്ക്ട് ഫോക്കസ്. അപ്പം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതിൽ ഇങ്ങനത്തെ ആളുകൾക്ക്, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക ഫോക്കസ് കൊടുക്കണം, പ്രത്യേക കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പ്രത്യേക അറ്റൻഷൻ കൊടുത്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും കരിക്കുലം ആയാലും ഇൻസ്ട്രക്ഷൻ ആയാലും ഒക്കെ ഡിസൈൻ ചെയ്യേണ്ടത്. ആക്സസിബിലിറ്റി വേഴ്സസ് യൂസബിലിറ്റി ആൻഡ് യൂണിവേഴ്സൽ ഡിസൈൻ. എന്താണ് ഈ ആക്സസിബിലിറ്റി വേഴ്സസ് യൂസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആക്സസിബിലിറ്റി പറഞ്ഞു വെച്ചാൽ അലോസ് പീപ്പിൾ വിത്ത് ഡിസാബിലിറ്റീസ് ടു യൂസ് സിസ്റ്റംസ് ഈസിലി. ഈസി ആയിട്ട് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുന്നതിനാണ് ആക്സസിബിലിറ്റി. അതായത് സ്കൂളിൽ വരിക, പഠിക്കുക, അതൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത്. യൂസബിലിറ്റി പറഞ്ഞു വെച്ചാൽ മെഷേഴ്സ് ഹൗ ഇഫക്റ്റീവ്ലി എനി യൂസർ അച്ചീവ്സ് ഗോൾസ് യൂസിങ് എ പ്രൊഡക്റ്റ്. അതായത് എങ്ങനെയാണ്, എത്ര ഇഫക്റ്റീവ് ആയിട്ടാണ്, യൂസബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇഫക്റ്റീവ് ആയിട്ടാണ് അവര് ഈ പ്രൊഡക്റ്റ്, അതായത് നമ്മളെ ബിൽഡിംഗ് ആയാലും ഇൻസ്ട്രക്ഷൻ ആയാലും കരിക്കുലം ആയാലും ഉപയോഗിക്കുന്നത്, അതിന്റെ അളവ്, അതിനെയാണ് യൂസബിലിറ്റി എന്ന് പറയുന്നത്. എത്രത്തോളം അവർ ഉപയോഗിക്കുന്നു, എത്രത്തോളം ഇഫക്റ്റീവ് ആണ് സിസ്റ്റംസ് ഫോർ ഇൻക്ലൂഷൻ. ആക്സസിബിലിറ്റി ഡസന്റ് ഈക്വൽ യൂണിവേഴ്സൽ ഡിസൈൻ. അപ്പം നമുക്കറിയാം ആക്സസിബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യൂണിവേഴ്സൽ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിസൈൻ അവിടെ ആവശ്യമില്ല, അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. പക്ഷെ യൂസബിലിറ്റി പറഞ്ഞു വെച്ചാൽ അതിൽ അവരുടെ പെർസെൻറ്റേജ് എത്രമാത്രം അവരത് ഉപയോഗിക്കുന്നു എന്ന് കാണുമ്പോൾ ഒരു യൂണിവേഴ്സൽ ഡിസൈൻ അവിടെ എന്തായാലും വേണം, അല്ലെ? ഇവർ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഡിസൈൻ അവിടെ വേണ്ടി വരും. അപ്പോഴാണ് അവർക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. യൂണിവേഴ്സൽ ഡിസൈൻ എയിംസ് ഫോർ ദ വൈഡസ്റ്റ് പോസിബിൾ യൂസബിലിറ്റി അക്രോസ് പീപ്പിൾ ആൻഡ് കോണ്ടെക്സ്റ്റ്, അല്ലെ? അപ്പൊ യൂണിവേഴ്സൽ ഡിസൈൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഈ യൂസബിലിറ്റി ആണ് അവിടെ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യുന്നത്. ആക്സസിബിൾ ഡിസൈൻ ഫോക്കസസ് ഓൺ എലിമിനേറ്റിംഗ് സ്പെസിഫിക് ബാരിയേഴ്സ്. അതുപോലെ തന്നെ ആക്സസിബിൾ ഡിസൈൻ എന്ന് പറഞ്ഞു വെച്ചാൽ ബാരിയേഴ്സ് ഒക്കെ, അതായത് ഇപ്പൊ സ്റ്റെപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റാമ്പ് കൂടെ ഉണ്ടാക്കുക, അപ്പൊ അവർക്കും കൂടെ അവിടെ എൻറ്റർ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ചിലപ്പോൾ ലിഫ്റ്റ് ഉണ്ടാക്കുക, നമ്മൾ പറഞ്ഞില്ല ടോയ്ലറ്റ്സ് ഉണ്ടാക്കുക. സോ ദീസ് ആർ സം ആക്സസിബിൾ ഡിസൈൻ. ദെൻ ഇല്ലസ്ട്രേഷൻ ഓഫ് ആക്സസിബിലിറ്റി, ദ സ്കൂട്ടി എക്സാമ്പിൾ. ഇപ്പൊ സ്കൂട്ടിയുടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഈ ആക്സസിബിലിറ്റി പറയുന്നത്. സ്കൂട്ടീസ് ലോ ഹൈറ്റ് ആൻഡ് വൈഡ് ടയേഴ്സ് എൻഹാൻസ് സ്റ്റേബിലിറ്റി. നമുക്കറിയാം ബൈക്കിനേക്കാൾ സ്റ്റേബിൾ ആണ് സ്കൂട്ടി, കാരണം കുറച്ചും കൂടെ ടയറൊക്കെ കുറച്ച് വീതി ഉണ്ട്, അല്ലെ? പിന്നെ അധികം ഹൈറ്റ് ഇല്ല. ഈസി കൺട്രോൾസ്, ഗിയർ ഇല്ല, അതുകൊണ്ട് തന്നെ ഫുട് ബ്രേക്ക് ആണ്. അപ്പോൾ യൂസബിലിറ്റി ഇൻക്രീസ് ആവുന്നു. ആക്സസിബിലിറ്റി ഫോർ എൽഡർലി വിമൻ, ചിൽഡ്രൻ ആൻഡ് ഡിഫറെന്റ്ലി ഏബിൾഡ് വിത്ത് മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് കണ്ടിട്ടില്ലേ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ അതിൽ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആക്സസിബിൾ ആണ്. ഹെൽപ്സ് കമ്പയർ ആക്സസിബിൾ ഡിസൈൻ വേഴ്സസ് യൂണിവേഴ്സൽ ഡിസൈൻ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ സ്കൂട്ടി പോലെ തന്നെ മോഡിഫൈ ചെയ്യാം, അല്ലെ? അതായത് ഇപ്പോ അവിടെ ഏബിൾഡ് ആയിട്ടുള്ള ആളുകളും സ്കൂട്ടി ഓടിക്കുന്നുണ്ട്, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളും
ഇപ്പോൾ ഓടിക്കുന്നുണ്ട് വിത്ത് സം മോഡിഫിക്കേഷൻസ്. അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ ഈ മാറ്റങ്ങൾ വരുത്തുക. ഷോസ് ഹൗ ഡിസൈൻ ക്യാൻ എൻഹാൻസ് യൂസബിലിറ്റി ഫോർ മോർ പീപ്പിൾ. അപ്പൊ ഈ ഡിസൈന് അല്ലെ, ഇപ്പൊ ഈ സ്കൂട്ടിയിൽ എന്താ പറയാ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്കൂളുകളിലും ഇതുപോലെ തന്നെ ഒരു യൂണിവേഴ്സൽ ഡിസൈൻ കൊണ്ടുവരിക, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ. ലിമിറ്റേഷൻ ഓഫ് ആക്സസിബിൾ ഡിസൈൻസ്, വൈ നോട്ട് യൂണിവേഴ്സൽ? എന്തൊക്കെയാണ് ആക്സസിബിൾ ഡിസൈനിന്റെ ലിമിറ്റേഷൻസ് അല്ലെ? അപ്പൊ എന്തുകൊണ്ട് യൂണിവേഴ്സൽ ഡിസൈൻ ആയിക്കൂടാ? ആക്സസിബിൾ ഡിസൈൻ എന്ന് പറഞ്ഞു വെച്ചാൽ സാധാരണ രീതിയിലെ ഡിസൈനാണ്, കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഇവരെയും കൂടെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കി നോക്കൂ എന്തൊക്കെയാണ് അതിന്റെ ലിമിറ്റ്സ്. സ്കൂട്ടി ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ് ഓർ റഫ് ടെറൈൻ ട്രാവൽ. അപ്പൊ അതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. സ്കൂട്ടിക്ക് ഇതുപോലെ ബൈക്ക് പോകുന്ന സ്ഥലത്ത് കൂടെ ഒക്കെ പോകാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ, ഹൈ സ്പീഡ് ആയിട്ടൊന്നും പോകാൻ പറ്റില്ല, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാൻഡ് റീപ്ലേസ് മോട്ടോർ സൈക്കിൾസ് ഇൻ ഓൾ സെനാറിയോസ്. അതുകൊണ്ട് തന്നെ മോട്ടോർ സൈക്കിളിനെ കംപ്ലീറ്റ് ആയിട്ട് സ്കൂട്ടിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇൻക്ലൂസീവ് സ്കൂളിന്റെ സിസ്റ്റം അല്ലെ. ഇപ്പൊ ആക്സസിബിൾ ആണെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു യൂണിവേഴ്സൽ ഡിസൈൻ വരുന്നില്ല. അപ്പോ മറ്റുള്ള കുട്ടികളുടെ അതേപോലെ ഇവർക്ക് അവിടെ പഠിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഓക്കെ, ആക്സസിബിലിറ്റി ഡസ് നോട്ട് മീൻ യൂസബിലിറ്റി ഇൻ എവറി കോണ്ടെക്സ്റ്റ്. അവർക്ക് നന്നായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. യൂണിവേഴ്സൽ ഡിസൈൻ അതായത് നമ്മൾ കരിക്കുലമൊക്കെ ചേഞ്ച് ചെയ്യാതെ വെറും ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് അവിടെ ഇവിടെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയോണ്ട് കാര്യമില്ല, അടിമുടി മാറ്റം വരുന്നത്, ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ഡിസൈൻ. യൂണിവേഴ്സൽ ഡിസൈൻ പ്രൊവൈഡ് സൊല്യൂഷൻ ഫോർ വൈഡർ കോണ്ടെക്സ്റ്റ് അല്ലെ. അപ്പൊ ഇതിന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്നതാണ് യൂണിവേഴ്സൽ ഡിസൈൻ. ഹൈലൈറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഐഡന്റിഫൈയിങ് ഡിസൈൻ ലിമിറ്റേഷൻസ്. അതുപോലെ തന്നെ ഇതിനും അതുപോലെ തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ലിമിറ്റേഷൻസ് ഒക്കെ പരിഹരിച്ചുകൊണ്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ മാത്രമല്ല ഉപയോഗിക്കാൻ, യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കരിക്കുലവും ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാക്കി മാറ്റുക എന്നുള്ളതാണ് യൂസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, യൂണിവേഴ്സൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഇവിടെ എന്താ പറയാ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റർ ആക്സസിബിലിറ്റി ബെനിഫിറ്റ്സ് എ ബ്രോഡർ റേഞ്ച് ഓഫ് യൂസേഴ്സ് അല്ലെ. കൂടുതൽ ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ ഒരുപാട് ആളുകൾ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. യൂണിവേഴ്സൽ ഡിസൈൻ കമ്പൈൻസ് ആക്സസിബിലിറ്റി ആൻഡ് യൂസബിലിറ്റി. യൂണിവേഴ്സൽ എല്ലാവർക്കും വേണ്ടിയിട്ടുമായിട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താണ് ആക്സസിബിലിറ്റി യൂസബിലിറ്റി ഒക്കെ ഉണ്ടാവും. ആക്സസിബിലിറ്റി എൻഷുവേഴ്സ് നോ വൺ ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്. അപ്പൊ ഇവിടെ ആരെയും പിന്നിലാക്കാൻ വേണ്ടിയല്ല നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരും വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്. യൂണിവേഴ്സൽ ഡിസൈൻ പ്രൊമോട്ട്സ് ഇൻക്ലൂഷൻ ഇൻ ഡൈവേഴ്സ് സെറ്റിംഗ്സ്. യൂണിവേഴ്സൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ലാ രീതിയിലും ഇതുപോലെ ഡൈവേഴ്സ് പല വിധത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളിക്കുക എന്ന ഉദ്ദേശത്തിലാണ് യൂണിവേഴ്സൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. യൂണിവേഴ്സൽ ഡിസൈനുകളുണ്ട് മീൻ ചെയ്തിട്ടുള്ളത്. ബോത്ത് കോൺസെപ്റ്റ്സ് ആർ എസെൻഷ്യൽ ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പൊ അവിടെ ആക്സസിബിലിറ്റിയും യൂണിവേഴ്സൽ ഡിസൈനും വേണം, കാരണം ഇതെല്ലാവർക്കും ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റണം. ഈ യൂസബിലിറ്റി കൂടുതലായിട്ടുള്ളത് എവിടെയാണ്? യൂണിവേഴ്സൽ ഡിസൈനിലാണ്. ആക്സസിബിലിറ്റി കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താം, പക്ഷെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുമ്പോൾ അവിടെ ആക്സസിബിലിറ്റി ആൻഡ് യൂണിവേഴ്സൽ ഡിസൈൻസ് ആർ applicable or very much needed for inclusive education. Definition of accessibility. Accessibility provides equal access to information and services. അല്ലെ, ഇൻഫർമേഷൻ അതായത് നമ്മൾ സ്കൂളിലുള്ള ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന രീതി, അതുപോലെ തന്നെ അതിനൊക്കെ ഈക്വൽ ആക്സസ്, അതായത് ബോത്ത് ഏബിൾഡ് ആൻഡ് ഡിസേബിൾഡ് പീപ്പിളിന് ഒരുപോലത്തെ ആക്സസ് കൊടുക്കുക. ensures that people with disabilities engage usually and independently അവർ ഈക്വൽ ആയിട്ട് മറ്റുള്ള കുട്ടികളുടെ പോലെ ഈക്വൽ ആയിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടും എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ദെൻ അതാണ് ആക്സസിബിലിറ്റി, അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻവോൾവ്സ് ഇക്വാലന്റ് ഈസ് ഓഫ് യൂസ് ഫോർ ഓൾ അല്ലെ, ഈസോടുകൂടെ, അല്ലാതെ നിഷ്പ്രയാസം എല്ലാ കാര്യങ്ങളും അവർ യൂസ് ചെയ്യുന്നു. മസ്റ്റ് ഡെലിവർ ഈക്വൽ ക്വാളിറ്റി ഓഫ് ഇന്ററാക്ഷൻ, മറ്റുള്ള കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. എനേബിൾ ഫുൾ ആൻഡ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഇൻ ലേണിംഗ്, മറ്റുള്ളവരെ പോലെ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ലേണിംഗിന്റെ കാര്യത്തിലായാലും ഈക്വൽ പാർട്ടിസിപ്പേഷൻ അവർ ഉണ്ടാക്കുന്നു എന്നൊക്കെ നമ്മൾ ഉറപ്പുവരുത്തുക. അവിടെയാണ് ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തൊക്കെയാണ് മീനിങ് ഓഫ് ആക്സസിബിൾ ടെക്നോളജീസ്? എന്തൊക്കെയാണ്? ഡിസൈൻ ടു ബി യൂസബിൾ ബൈ ഓൾ ഇൻക്ലൂഡിംഗ് ദോസ് വിത്ത് ഡിസബിലിറ്റീസ്. ടെക്നോളജി
എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, എസ്പെഷ്യലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത രീതിയിലുള്ള ഒരു ടെക്നോളജി ആയിരിക്കണം ഇൻക്ലൂസീവ് സ്കൂളുകളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇൻക്ലൂഡ്സ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. അതായത് ഉദ്ദേശിക്കുന്നത് ഇപ്പം ടെക്നോളജി ഇൻ ദ സെൻസ് ബ്രെയിൽ ലിപി ഒക്കെ ചിലപ്പോൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ സ്ക്രീൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വിഷ്വലി ചാലഞ്ച് കുറച്ച് പ്രോബ്ലം ഉള്ള ആളുകൾക്കാണെങ്കിൽ മാഗ്നിഫൈ ചെയ്തിട്ട് വേണം, അതായത് ഫോൺ സൈസ് കൂട്ടാൻ പറ്റണം. അങ്ങനത്തെ ടെക്നോളജീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. പിന്നെ ചില ആളുകൾക്ക് ഇപ്പൊ കണ്ണ് കാണാൻ പറ്റാത്ത ആളുകൾക്ക് വെറും വിഷൻ പിക്ചേഴ്സ് പറ്റില്ല, അതിനുള്ള ഓഡിയോ വേണ്ടി വരും. തിരിച്ച് അതായത് ചെവി കേൾക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സബ് ടൈറ്റിൽ, അല്ലെ, വീഡിയോ വിത്ത് സബ് ടൈറ്റിൽ ആയിരിക്കും ആവശ്യം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് ടെക്നോളജി. ആക്സസിബിൾ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് മീൻ ചെയ്യുന്നത്. യൂസേഴ്സ് ഇന്ററാക്ട് ഡിഫറെന്റ്ലി വിത്ത് ടെക്നോളജി. കസ്റ്റം ഡിസൈൻ, അതായത് നമുക്കറിയാം ചെവി കേൾക്കാത്ത ആളും കണ്ണ് കാണാത്ത ആളും ഒരുപോലെയല്ല ടെക്നോളജി ആശ്രയിക്കുന്നത്. അഡ്രസ്സസ് വാരീഡ് യൂസർ നീഡ്സ് ഇൻ സ്കൂൾസ് ആൻഡ് ബിയോണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂളിലും ഒക്കെ ഈ രീതിയിലുള്ള ഒരു ചേഞ്ച് ഓഫ് ടെക്നോളജി ആവശ്യമാണ്. പ്രൊമോട്ട്സ് ഇക്വിറ്റി ആൻഡ് ആക്സസിബിലിറ്റി ഇൻ ഡിജിറ്റൽ ലേണിംഗ്. ഇത് എന്തിനാണ്? അതായത് ഡിജിറ്റൽ ലേണിംഗിൽ ഒരു ഇക്വാലിറ്റി ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ദെൻ എന്തൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ്? വിഷ്വൽ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്കുള്ള ആക്സസിബിൾ ടെക്നോളജീസ് എന്തൊക്കെയാണ്? സ്ക്രീൻ റീഡേഴ്സ് കൺവേർട്ട് ടെക്സ്റ്റ് ടു സ്പീച്ച് ഫോർ ബ്ലൈൻഡ് യൂസേഴ്സ്. അതായത് ഓഡിയോ വേണ്ടി വരും, അവർക്ക് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നൊന്നും അവർക്ക് കാണാൻ പറ്റില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ ഓഡിയോ ഷുഡ് ബി ദെയർ. ബ്രെയിൽ ഡിവൈസസ് ഓഫർ ടാക്ടൈൽ ഫീഡ്ബാക്ക് ഫോർ റീഡിംഗ് കോണ്ടന്റ്. അതുപോലെ തന്നെ ബ്രെയിൽ ഡിവൈസസ് വേണ്ടി വരും. അപ്പൊ അവർക്ക് പണ്ടത്തെ കാലത്തൊക്കെ, ഇപ്പോഴൊക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ അതിനുള്ള ഡിവൈസസ് അവർക്ക് സ്റ്റോർ ചെയ്യാൻ ഓഡിയോ ആർ അവൈലബിൾ. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ണാണാത്ത ആളുകളൊക്കെ ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ വായിച്ചു കൊടുക്കും. അപ്പൊ അവർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യും, ന്യൂസ് പേപ്പറിലൊക്കെ അങ്ങനെ സൂചി കൊണ്ട് കുത്തി അവർ ആ ബ്രെയിൽ ലിപിയിൽ നോട്ട്സ് ഉണ്ടാക്കും. പിന്നെ അവർ പരീക്ഷയാകുമ്പോൾ ഇതിങ്ങനെ തപ്പി കൈ കൊണ്ട് വിരൽ കൊണ്ട് വായിച്ചിട്ടാണ് അവർ പഠിക്കുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ ഡിസ്ലെക്സിക് യൂസേഴ്സ് മേ ബെനിഫിറ്റ് ഫ്രം ഓഡിയോ ഔട്ട്പുട്ട്. പിന്നെ ബ്രെയിൽ ലിപി എല്ലാവർക്കും ഒരു പക്ഷെ കാണാത്ത ആളുകൾ ഡിസ്ലെക്സിയ ഉണ്ട് വെച്ചാൽ, ഡിസ്ലെക്സിയ പറഞ്ഞു വെച്ചാൽ എഴുതാനും വായിക്കാനും കുറച്ച് ബുദ്ധിമുട്ട്, എഴുത്തിനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്ക് ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവും. സ്ക്രീൻ മാഗ്നിഫിക്കേഷൻ ടൂൾസ് ഹെൽപ്പ് ദോസ് വിത്ത് ലോ വിഷൻ. ഇനി കാഴ്ച പരിമിതി, അതായത് ഒട്ടും ബ്ലൈൻഡ് അല്ലാതെ കുറച്ച് പ്രശ്നമുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു വെച്ചാൽ ഫോൺ സൈസ് ഒക്കെ കൂട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റുന്നതായിരിക്കും. വെബ് ബ്രൗസേഴ്സ് അലോ ഫോൺ എൻലാർജ്മെന്റ് ഫോർ ഈസിയർ റീഡിംഗ്. നമുക്കറിയാം ഇപ്പൊ യൂട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിലും സബ് ടൈറ്റിൽ വരുന്ന സമയത്ത് ഫോൺ സൈസ് കൂട്ടാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ മോട്ടോർ ആൻഡ് ഹിയറിംഗ് ഡിസബിലിറ്റി. മോട്ടോർ പറഞ്ഞു വെച്ചാൽ ഫിസിക്കൽ ആയിട്ടുള്ള, കൈ കൊണ്ട് കൈയില്ലാത്ത ആളുകൾ, കാലിന്റെ പ്രോബ്ലം ഉള്ള ആളുകൾ, അവരാണ് മോട്ടോർ ഡിസബിലിറ്റി എന്ന് പറയാം. അപ്പൊ അവർക്ക് എങ്ങനെയൊക്കെയാണ് ടെക്നോളജി, ആക്സസിബിൾ ടെക്നോളജി എന്തൊക്കെയാണ്? യൂസേഴ്സ് വിത്ത് മോട്ടോർ ഇഷ്യൂസ് മേ യൂസ് കീബോർഡ് കമാൻഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് മൗസ്. മൗസ് അവർക്ക് ഒരു പക്ഷേ കയ്യില്ലാത്ത ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അപ്പൊ കീബോർഡിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അപ്പൊ വോയിസ് കമാൻഡ് ഒക്കെ ഉണ്ട്, നമുക്ക് അറിയാം. അതുപോലെ അസിസ്റ്റീവ് ടെക് ഇൻക്ലൂഡ്സ് സ്പീച്ച് റെക്കഗ്നിഷൻ, അല്ലെ, അതാണ് വോയിസ് കമാൻഡ് കൊടുക്കുക. ഹെഡ് പോയിന്റേഴ്സ് ഓർ ഹൈ ഗേസ് സിസ്റ്റംസ്, ഓക്കെ, ഓർ ഐ ഗേസ് സിസ്റ്റം, അതായത് നമ്മൾ നോക്കുക, അതായത് ഇൻസ്റ്റെഡ് ഓഫ് ടച്ചിങ് നമ്മുടെ കണ്ണുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡെഫ് ഇൻഡിവിജ്വൽസ് നീഡ് വീഡിയോ ക്യാപ്ഷനിങ് ഫോർ ആക്സസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വീഡിയോക്ക് സബ് ടൈറ്റിൽ വെക്കാം, അല്ലാതെ അവർക്ക് കേൾക്കാൻ പറ്റില്ല. ഓഡിയോ കണ്ടന്റ് മസ്റ്റ് ഹാവ് ട്രാൻസ്ക്രിപ്റ്റ്സ് ഫോർ ഹിയറിംഗ് ഇംപയർഡ് യൂസേഴ്സ്. അതുപോലെ ഓഡിയോ കണ്ടന്റിന് എന്ത് കൊടുക്കുക? ട്രാൻസ്ക്രിപ്ഷൻസ്, അല്ലെ, സ്ക്രീനിൽ എഴുതി കാണിക്കാം. മൾട്ടിപ്പിൾ മോഡാലിറ്റീസ് എൻഷുർ ആക്സസ് ഫോർ ഓൾ ലേണേഴ്സ്. ഇങ്ങനെ പലതരത്തിലുള്ള ടെക്നോളജി കൊണ്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജികൾ ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും എന്ത് കൊടുക്കുക? അതുപോലെ തന്നെ ആക്സസിബിൾ ടെക്നോളജീസ് പ്രൊവൈഡ് ചെയ്യാം. മൊബൈൽ ഡിവൈസ് ആക്സസിബിലിറ്റി. ലേണേഴ്സ് ആക്സസ് കോണ്ടന്റ് യൂസിങ് ഡൈവേഴ്സ് ഡിവൈസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒരുപാട് ഡിവൈസസ് ഉണ്ട്, ടെക്നോളജി ഉണ്ട് ഇന്നത്തെ കാലത്ത് പഠിക്കാനായിട്ട് ഫോർ ദ ഡിസേബിൾഡ്. സ്ക്രീൻ സൈസസ് ആൻഡ് നാവിഗേഷൻ മെത്തേഡ്സ് വെരി ഗ്രേറ്റ്ലി, അല്ലെ, സ്ക്രീൻ സൈസ് കൂട്ടാൻ പറ്റും. അപ്പോൾ സ്ക്രീൻ സൈസ് എസ്പെഷ്യലി ഫോൺ സൈസ്, അതുപോലെ തന്നെ ഇപ്പൊ ടി വി ഒക്കെ ആണെങ്കിൽ പ്രൊജക്ടർ ഒക്കെ ആണെങ്കിൽ വലിയ പ്രൊജക്ടർ ഒക്കെ ആണ്, അപ്പൊ അവർക്ക് വലിയ എഴുത്തുകളൊക്കെ കാണാൻ പറ്റും. കോണ്ടന്റ് മസ്റ്റ് ബി അഡാപ്റ്റബിൾ ടു ഓൾ ഇന്റർഫേസസ്. അതുപോലെ തന്നെ പല രീതിയിൽ, അല്ലെ, ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് അത് മാറ്റാൻ പറ്റും. റെസ്പോൺസീവ് ഡിസൈൻ എൻഷുർസ് സ്മൂത്ത് മൊബൈൽ ആക്സസ്. അതുപോലെ തന്നെ ഇപ്പൊ അവർക്ക്
കൊണ്ട് നടക്കാനായിട്ട്. പണ്ടത്തെ പോലെയല്ല ഇപ്പൊ ക്ലാസ് റൂമിൽ മാത്രമല്ല പറ്റുള്ളൂ, ഇപ്പൊ മൊബൈൽ ഫോണിലോ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഇരുന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഈ രീതിയിൽ അവർക്കുള്ള ഒരു ആക്സസിബിലിറ്റി ഉണ്ട്, മൊബൈൽ ആക്സസിബിലിറ്റി ഉണ്ട്. ആക്സസിബിലിറ്റി മസ്റ്റ് എക്സ്റ്റെൻഡ് ടു മൊബൈൽ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ടു. അപ്പൊ അതുപോലെ തന്നെ അവർക്ക് എവിടെ വേണമെങ്കിലും ഇപ്പൊ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് വണ്ടിയിൽ ഇരുന്നിട്ട് വേണമെങ്കിൽ അവർക്ക് അത് ഓഡിയോ കേൾക്കാം, അല്ലെ? ചെവി കേൾക്കാത്ത ആൾക്കാർക്കാണെങ്കിൽ വീഡിയോ കാണാം. അത് ഒരുപാട് ആക്സസിബിലിറ്റി സിസ്റ്റംസ് അല്ലെങ്കിൽ ആക്സസിബിലിറ്റി സ്കോപ്പ് ഇന്നത്തെ കാലത്തുണ്ട്. യൂണിവേഴ്സൽ ഡിസൈൻ ഇൻ ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയറൺമെന്റ്സ്. എന്തൊക്കെയാണത്? യൂണിവേഴ്സൽ ഡിസൈൻ എൻവയറൺമെന്റ്സ് ബേസ്ഡ് ഓൺ ദ യൂണിറ്റ് ബിൽഡിംഗ് ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയറൺമെന്റ്, അല്ലെ? ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയറൺമെന്റ്, ഒരു ചുറ്റുപാട് ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഇതിൽ നമ്മൾ കുറെ ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചു, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് ആക്സസിബിലിറ്റി ആൻഡ് യൂസബിലിറ്റി ആണ്. പിന്നെ അതുപോലെ പ്രിപ്പയർഡ് ഫോർ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് പർപ്പസസ്, അല്ലെ? ടീച്ചിങ്ങും അതുപോലെ ടീച്ചേഴ്സിനെയും ട്രെയിൻ ചെയ്യേണ്ടി വരും ഇൻ ഓർഡർ ടു ഹാൻഡിൽ സച്ച് സ്റ്റുഡൻസ്. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് യൂണിവേഴ്സൽ ഡിസൈൻ. ഇനി യൂണിവേഴ്സൽ ഡിസൈൻ നമ്മൾ ആക്സസിബിലിറ്റിയാ പറഞ്ഞത്, ഇനി യൂണിവേഴ്സൽ ഡിസൈൻ എന്താണ്? UD എന്നാണ് പറയുന്നത് കേട്ടോ. യൂണിവേഴ്സൽ ഡിസൈൻ എയിംസ് ടു ക്രിയേറ്റ് പ്രൊഡക്ട്സ് യൂസബിൾ ബൈ ഓൾ പീപ്പിൾ. എല്ലാ തരത്തിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ, പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. ഡിസൈൻ, ഇവിടെ പ്രൊഡക്റ്റ് ഉള്ളതോട് ഉദ്ദേശിക്കുന്ന എഡ്യൂക്കേഷൻ ആണ് ഇവിടെ പ്രൊഡക്റ്റ്. ഇൻക്ലൂസീവ് ഓഫ് ബോത്ത് പേഴ്സൺസ് വിത്ത് ഡിസാബിലിറ്റീസ് ആൻഡ് അതേഴ്സ്. രണ്ടു പേരെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഡിസൈൻ ചെയ്യുന്നത്. ഡെഫിനിഷൻ ബൈ സെന്റർ ഫോർ യൂണിവേഴ്സൽ ഡിസൈൻ യൂസബിൾ വിതൗട്ട് നീഡ് ഫോർ അഡാപ്റ്റേഷൻ. അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഇവരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്, അതുകൊണ്ട് ആൾട്ടർനേഷൻ ഒന്നും വേണ്ടി വരില്ല. ചിലപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ്. ഇൻ എഡ്യൂക്കേഷൻ UD മീൻസ് യൂണിവേഴ്സൽ ഡിസൈൻ അപ്ലൈസ് ടു ലേണിംഗ് മെറ്റീരിയൽസ് ആൻഡ് എൻവയറൺമെന്റ്സ്, അല്ലെ? കരിക്കുലം, ഇൻസ്ട്രക്ഷൻ, എൻവയറൺമെന്റ്, ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെയാണ് UD കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണെങ്കിൽ. അതിൽ ആക്സസിബിലിറ്റി, യൂസബിലിറ്റി, ഇൻക്ലൂസീവ്നെസ്, ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് യൂണിവേഴ്സൽ ഡിസൈൻ ഉള്ളത്. പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിവേഴ്സൽ ഡിസൈൻ ഡെവലപ്ഡ് ബൈ ഐഡിയ സെന്റർ, നോർത്ത് കരോലിന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. അവരാണത് ഡെവലപ്പ് ചെയ്തത്. 7 key principles are there, അല്ലെ? ഏതൊക്കെയാ അത് മാക്സിമൈസ് ചെയ്യുക. എന്തിനാണത് 7 key principles? അതായത് യൂസേഴ്സിനെ കൂട്ടാനായിട്ട്, യൂസബിലിറ്റി കൂട്ടാനായിട്ട്, അല്ലെ? കൂടുതൽ ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാനായിട്ട്. യൂസ്ഫുൾ ഇൻ മീനിങ്, സ്ട്രാറ്റജീസ് ആൻഡ് ഫിസിക്കൽ സ്പേസസ്. എക്സാമ്പിൾസ് ക്ലാരിഫൈ ഈച്ച് പ്രിൻസിപ്പിൾസ് ആപ്ലിക്കേഷൻ. എന്തൊക്കെയാണത്? ഫസ്റ്റ് പ്രിൻസിപ്പൾ ആണ് ഡിസൈൻ യൂസബിൾ ബൈ പ്രിൻസിപ്പിൾ വിത്ത് ഡൈവേഴ്സ് എബിലിറ്റീസ്, അല്ലെ? പീപ്പിൾ വിത്ത് ഡൈവേഴ്സ് എബിലിറ്റി ഉള്ള, അതായത് പല രീതിയിൽ എബിലിറ്റി, ഏബിൾഡ്, ഡിസേബിൾഡ്, ഡിഫറെന്റ്ലി ഏബിൾഡ്, ഇവരൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഏത് കാര്യവും സ്കൂളിൽ ഡിസൈൻ ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു ക്ലാസ് റൂം ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചിന്തിക്കണം. ഒരു കറിക്കുലം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ചിന്തിക്കണം. അതായത് ടീച്ചിങ് മെത്തേഡ് ഇതിനനുസരിച്ചിട്ടായിരിക്കണം. നോ സെഗ്രിഗേഷൻ ഓർ സ്റ്റിഗ്മറ്റൈസേഷൻ, അല്ലെ? അവിടെ ഒരു വേർതിരിവോ അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തലോ കളിയാക്കലോ ഒന്നുമില്ല. അതിനുള്ള എക്സാമ്പിൾ ആണ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡെസ്ക്, അല്ലെ? അതായത് വീൽ ചെയറിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു പക്ഷെ അവർക്ക് വലിയ ഡെസ്ക് ഒക്കെ വേണ്ടി വരും. ആക്സസിബിൾ വെബ്സൈറ്റ്സ് ഫോർ പീപ്പിൾ ഹു ആർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള വെബ്സൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യാം. ഇൻക്ലൂസീവ് ആക്സസ് പ്രൊമോട്ട്സ് ഇക്വിറ്റി. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇക്വാളിറ്റി, ക്ലാസ് റൂമിൽ ഇക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താണ്? ഫ്ലെക്സിബിലിറ്റി ഇൻ യൂസ്, അക്കോമഡേറ്റ്സ് അറേഞ്ചബിലിറ്റീസ് ആൻഡ് പ്രിഫറൻസസ്. അതായത് പല തരത്തിലുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സപ്പോർട്ട്സ് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് യൂസ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപോലെ പഠിപ്പിക്കുകയല്ല, ഇവർക്ക് ചിലപ്പോൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടി വരും, അത് കൊടുക്കേണ്ടി വരും. ദെൻ അതിനുള്ള എക്സാമ്പിൾ ആണ് ക്യാപ്ഷൻഡ് വീഡിയോസ് ഫോർ ഹിയറിംഗ് ഇംപയർഡ് ആൻഡ് അതേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ് ടൈറ്റിലുള്ള വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുക. ഓഫേഴ്സ് ചോയ്സ് ഇൻ ഇന്ററാക്ഷൻ മോഡ്സ്, അല്ലെ? അതായത് ഇന്ററാക്ഷൻ മോഡിൽ വർത്തമാനം പറയാൻ പറ്റാത്ത ആളുകളോട് പറയാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ചോയ്സ് കൊടുക്കുക, എഴുതിയാൽ മതി അവര്, അല്ലെ? അങ്ങനത്തെ പല ചോയ്സും കൊടുക്കാം. ഇപ്പൊ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷെ ചിലപ്പോൾ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അപ്പൊ അവരോട് പറയാൻ തന്നെ പറയാം. ഇൻക്ലൂസീവ്നെസ്, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫ്ലെക്സിബിലിറ്റി, അല്ലെ? സിസ്റ്റം ഫ്ലെക്സിബിൾ ആവണം ഫോർ ഇൻക്ലൂസീവ്നെസ്. തേർഡ് പ്രിൻസിപ്പിൾ സിമ്പിൾ ആൻഡ് ഇൻറ്റ്യൂട്ടീവ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് റിഗാർഡ്ലെസ് ഓഫ് എക്സ്പീരിയൻസ്, അല്ലെ? അതായത് മനസ്സിലാക്കണം, എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണം. നോ അൺനെസസറി കോംപ്ലക്സിറ്റി, അതായത് എന്ത് കാര്യമാണെങ്കിലും കോംപ്ലക്സിറ്റി ഇല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഡെലിവർ ചെയ്യണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെക്നോളജി. ഇൻറ്റ്യൂട്ടീവ് ലാബ് എക്വിപ്മെന്റ് കൺട്രോൾസ്,
അതായത് ലാബിലൊക്കെ ഉള്ള എക്യുപ്മെന്റ് ഒക്കെ അല്ലെ, എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് ആയിരിക്കണം. ക്ലിയർ വെബ് നാവിഗേഷൻ വിത്ത് ലോജിക്കൽ ഹെഡിങ്സ് അല്ലെ. വെബ് നാവിഗേഷൻ, വെബ്സൈറ്റ്, ഇപ്പൊ കമ്പ്യൂട്ടർ ലാബ് ആണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റുകൾ ഉണ്ടായിരിക്കും, ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റുകളും, അതുപോലെ തന്നെ ഇപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ വോയിസ് കമാൻഡ് അല്ലെ, മറ്റവർക്കാണെങ്കിൽ വിഷ്വൽ കമാൻഡുകളൊക്കെ ഉള്ള രീതിയിലുള്ള വെബ്സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അത് യൂസർ അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നു. ദെൻ പെർസെപ്റ്റബിൾ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ്സ് ഇൻഫർമേഷൻ ഇഫക്റ്റീവ്ലി. അത് ടീച്ചറുടെ ഡ്യൂട്ടിയാണ്, പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇഫക്റ്റീവായിട്ട് പഠിപ്പിക്കുക, എല്ലാവരിലും എത്തി എന്നുള്ളത് ഉറപ്പുവരുത്താം. വർക്ക്സ് ഇൻ വേരിയസ് കണ്ടീഷൻസ് ആൻഡ് ഫോർ ഓൾ സെൻസസ്. അതായത് നമുക്കറിയാം 5 സെൻസസ് ഇല്ലാത്ത ആളുകളാണ് മുമ്പിൽ ഉണ്ടാവുന്നത്, ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമ്പോൾ. അപ്പൊ അതുകൊണ്ട് എല്ലാ സെൻസിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിൽ ടീച്ച് ചെയ്യാം. അതായത് വോയിസ് ഓവർ ഇൻ വീഡിയോസ് ഫോർ ദ വിഷ്വലി ഇംപയർഡ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. യൂസ് ഓഫ് വിഷ്വൽസ്, ഓഡിയോ ആൻഡ് ടെക്സ്റ്റ് അല്ലെ. വിഷ്വൽസ് ചെവി കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, ഓഡിയോ അപ്പൊ അവിടെ ആർക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക്. ടെക്സ്റ്റും ഒക്കെ ഇപ്പോൾ വിഷ്വലി പറഞ്ഞ ചെവി കേൾക്കാത്ത ആളുകൾക്കൊക്കെ, ഹിയറിംഗ് ഇമ്പയർമെന്റ് ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ടെക്സ്റ്റ് അല്ലെ ഉപയോഗിക്കാം. എൻഷുർസ് മെസ്സേജ് ക്ലാരിറ്റി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ക്ലിയർ ആയിട്ട് പറയണം അല്ലെ. അപ്പൊ മെസ്സേജിന് ക്ലാരിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്താം. ഇനി 5th പ്രിൻസിപ്പിൾ, ടോളറൻസ് ഫോർ എറർ. ടീച്ചർക്ക് നല്ല ക്ഷമ ഉണ്ടാവണം. മിനിമൈസസ് റിസ്ക് ഓഫ് ഹാം ഫ്രം ആക്സിഡന്റൽ ആക്ഷൻസ്. കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അവർ ചിലപ്പോൾ വീഴാനുള്ള ചാൻസ് ഒക്കെ, അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. പ്രൊവൈഡ്സ് ഫെയിൽ സേഫ്സ് ആൻഡ് ഗൈഡൻസ്. അതുപോലെ തന്നെ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെ, ഇവരെ ഗൈഡ് ചെയ്യുക നല്ല രീതിയിൽ തന്നെ. പിന്നെ അതുപോലെ ഇവർക്ക് മനസ്സിലാവാത്ത രീതി ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക. ടീച്ചർക്ക് സ്പെഷ്യൽ അല്ലെങ്കിൽ ആ ടീച്ചർ വരെ സ്പെഷ്യലി ഇൻഡിവിജ്വൽ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതിന്റെ എക്സാമ്പിൾ ആണ് സോഫ്റ്റ്വെയർ ദാറ്റ് വാണ്ട്സ് ഓൺ റോങ് ഇൻപുട്ട് അല്ലെ. അപ്പോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് റോങ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാതിരിക്കാനായിട്ട് ഉള്ള, അപ്പോൾ അവർക്ക് ആ സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യാം. അതായത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വോയിസ് കമാൻഡ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ അത് നമ്മൾ ഹയർ ചെയ്യാം. ഓൾവേസ് ഡിസൈൻ ടു ബി സേഫ് ഫോർ ദ വിഷ്വലി ഇംപയർഡ്. അത് ആക്സിഡൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ എന്താണ് ഹോൾവേസ് ഒക്കെ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം. അതായത് പിന്നെ അതുപോലെ എൻകറേജസ് എക്സ്പ്ലോയിറ്റേഷൻ വിത്തൗട്ട് ഫിയർ. അപ്പൊ അവരുടെ കോൺഫിഡൻസ് കൂടും, അവർക്ക് ഇപ്പൊ നടക്കാനൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് വരും അല്ലെ. അപ്പൊ ഇങ്ങനത്തെ രീതിയിൽ അപ്പൊ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിനനുസരിച്ചുള്ള ഇൻപുട്ട് കൊടുക്കുക. ഇതുപോലെ മോട്ടോർ ഇമ്പയർമെന്റ് ഉള്ള ആളുകൾക്ക് അതുപോലെ തന്നെ വീൽ ചെയർ ഒക്കെ കൊള്ളുന്ന രീതിയിലുള്ള ഒരു ഹോൾവേസ് ഒക്കെ ഉണ്ടാക്കുക. അപ്പൊ അവർക്ക് ഫിയർ, അവരുടെ ആ ഒരു പേടി അല്ലെ, കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനുള്ള ഒരു പേടി ഇല്ലാതാവും. പിന്നെ 6th പ്രിൻസിപ്പിൾ ആണ് ലോ ഫിസിക്കൽ എഫേർട്ട്. അവരുടെ ഫിസിക്കൽ എഫേർട്ട് മാക്സിമം കുറയ്ക്കാം. എഫിഷ്യന്റ് ആൻഡ് കംഫർട്ടബിൾ യൂസ് വിത്ത് മിനിമൽ ഫാറ്റിക്. അവർക്ക് വലിയ ടോയിലിംഗ് അല്ലാതെ വല്ലാതെ കഷ്ടപ്പെടാതെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം പ്രൊവൈഡ് ചെയ്യാം. റിക്വയർസ് ലെസ് ഫിസിക്കൽ സ്ട്രെങ്ത് അല്ലെ. ഫിസിക്കൽ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കണം, കാരണം ദേ ആർ ഫിസിക്കലി നോട്ട് അറ്റ് ഓൾ സ്ട്രോങ്. ഒരു ഓട്ടോമാറ്റിക് ഡോർസ് വിത്ത് സെൻസേഴ്സ്. അവർ വരുമ്പോൾ ഇപ്പൊ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവിടെ ഡോർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ ഓട്ടോമാറ്റിക് സെൻസേഴ്സ് ഉള്ള ഡോർസ് ഒക്കെ നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, നമ്മൾ ചെല്ലുമ്പോഴേക്കും തുറക്കുന്നത്, അതുപോലത്തെ ഡോർസ് ഒക്കെ സെറ്റ് ചെയ്യാം. ദെൻ സ്യൂട്ടബിൾ ഫോർ എവറി വൺ, നോട്ട് ജസ്റ്റ് ദോസ് വിത്ത് ഡിസാബിലിറ്റീസ്. എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റണം അല്ലെ, ഇവരെ മാത്രമല്ല നമ്മൾ ഉൾപ്പെടുത്തുന്നത്. പ്രൊമോട്ട്സ് കംഫർട്ട് ആൻഡ് ആക്സസിബിലിറ്റി. എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടും ആക്സസിബിലിറ്റി അല്ലെ ഉള്ള രീതിയിലായിരിക്കണം നമ്മൾ ഈ രീതിയിലുള്ള ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിംഗ് ആയാലും ഇൻസ്ട്രക്ഷൻ ആയാലും കരിക്കുലം ആയാലും ഒക്കെ ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഇസ് 7th പ്രിൻസിപ്പിൾ, അപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് സ്പേസ്. അക്കോമഡേറ്റ്സ് വാരീഡ് ബോഡി സൈസസ് ആൻഡ് പോസ്റ്റേഴ്സ്. അതായത് പല രീതിയിലുള്ള ആളുകൾ ഉണ്ടാവും, അവരെ ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളാനുള്ള ഒരു ക്ലാസ് റൂം സെറ്റപ്പ് ഉണ്ടായിരിക്കണം. പ്രൊവൈഡ്സ് ഇനഫ് റൂം ഫോർ അപ്രോച്ച് ആൻഡ് യൂസ് അല്ലെ. അപ്പൊ അവർക്ക് പറഞ്ഞ വീൽ ചെയർ ഒക്കെ ഇടാണെങ്കിൽ കുറച്ചൊക്കെ സ്പേസ് വേണ്ടി വരും, അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു റൂം സെറ്റപ്പ് ഒക്കെ വേണ്ടി വരും. ദെൻ വീൽ ചെയർ ആക്സസിബിൾ ക്ലാസ് റൂംസ് ആയിരിക്കണം. അഡ്ജസ്റ്റബിൾ ടേബിൾസ് ഇൻ ലാബിലൊക്കെ ആണെങ്കിൽ ഇവർക്ക് അഡ്ജസ്റ്റബിൾ, അതായത് ചിലപ്പോൾ ഹൈറ്റ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടേബിൾസ് ഒക്കെ വേണ്ടി വരും. ദെൻ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. ഒരു വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെങ്കിൽ കുറച്ച് സ്പേസ് വേണ്ടി വരും, അപ്പൊ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യാം.
Then importance of UD in engineering courses, അല്ലെ? യൂണിവേഴ്സൽ ഡിസൈൻ എഞ്ചിനീയറിംഗ് കോഴ്സസ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഇൻക്രീസസ് ഫ്യൂച്ചർ എഞ്ചിനീയേഴ്സ് നോളജ് ഓൺ ആക്സസിബിലിറ്റി. അവിടെ എഞ്ചിനീയറിംഗ് കോഴ്സിൽ ഫ്യൂച്ചർ എഞ്ചിനീയേഴ്സിനെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ മെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് അസിസ്റ്റീവ് ടെക്നോളജീസ്, അല്ലെ? അതായത് ഇവരുടെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള കുറെ ടെക്നോളജികൾ ഉണ്ട്. അപ്പൊ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അവയർനെസ് ഓഫ് ബാരിയേഴ്സ്, തടസ്സങ്ങൾ ഉള്ളതൊക്കെ മനസ്സിലാക്കുക, അതിനനുസരിച്ച് തടസ്സങ്ങൾ നീക്കിയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യാം. പ്രിപ്പയർ സ്റ്റുഡൻസ് ടു ക്രിയേറ്റ് ഇൻക്ലൂസീവ് ഡിസൈൻസ്, അല്ലെ? അപ്പൊ മറ്റുള്ള കുട്ടികളെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക, അതായത് ഇവരെയും കൂടെ ഉൾപ്പെടുത്തുന്ന രീതിയിൽ. എൻകറേജസ് ഇന്റർ ഡിസിപ്ലിനറി ലേണിംഗ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിലും അവർക്ക് എന്താണ് കുറച്ചും കൂടെ അതിൽ പാട്ട് പഠിപ്പിക്കുക. ഇന്റർ ഡിസിപ്ലിനറി പല രീതിയിലുള്ള മറ്റ് കോഴ്സുകളും കൂടെ പഠിപ്പിക്കുക. അപ്പൊ അവർക്ക് പാട്ട് അതുപോലെ തന്നെയുള്ള കുറെ സംഭവങ്ങളുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും, കുറച്ചും കൂടെ അത് ആക്സസിബിൾ ആവും. ഓക്കെ, ഇപ്പൊ അവർക്ക് ഒരു പക്ഷെ ഇപ്പൊ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ പ്ലാൻ വരയ്ക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ലാതെ അവർക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ മൾട്ടി ഡിസിപ്ലിനറി ആക്കാം കോഴ്സുകൾ. ഓക്കെ, ഇപ്പോ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പൊ ചെയ്തത്. സെക്കൻഡ് പാർട്ട് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ആക്സസിബിലിറ്റി, അതായത് കുട്ടികൾക്ക് എന്താണ് പറയാ, ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ആക്സസിബിൾ ആവാൻ ചെയ്യേണ്ട ചേഞ്ചസ് ഇൻ കരിക്കുലം ഡിസൈൻ, മീൻസ് ഡിസൈൻ ഇൻ ദ സെൻസ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻസ്ട്രക്ഷൻ മോഡ്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.